ലച്ചുവും അമ്മയും ശംഭുവും കൂടെ കൊല്ലത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 ദിവസം അടിച്ചുപൊളിയായിരുന്നു ഞങ്ങളെ പ്ലാനിങ് എന്ന് പറയണത്. അപ്പോൾ അവർ വന്നതിൻ്റെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ നേരെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് വിഴിഞ്ഞം സൈഡിലോട്ടാണ് വന്നത്. അപ്പം വിഴിഞ്ഞത്ത് വന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഹാർബറിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ സാൽമൺ റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ പോയത്. ആ സൈഡിൽ വന്നാൽ അറിയാമല്ലോ, തുരുതുരാന്ന് ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഏത് കയറണമെന്ന് മാത്രമുള്ള കൺഫ്യൂഷനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫിഷൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഗ്രില്ലായാലും തവയായാലും എന്തിനായാലും നമ്മൾ ഫിഷ് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അവിടെ മസാല പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണം സെലക്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 2 മീനാണ് സെലക്ട് ചെയ്തത്. ഒരു പൂ മീനും ഒരു ഹമൂർ സെലക്ട് ചെയ്തു. ഒന്ന് ഗ്രില്ലിനും ഒന്ന് തവയ്ക്കുമാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി സീറ്റൊക്കെ ഒന്ന് കണ്ടുപിടിച്ചോ. സീറ്റൊക്കെ കിട്ടിയതിന് ശേഷം അവിടെ ഇരുന്ന് ഒന്ന് സെറ്റായി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കല്ലുമണി ചെറുതായിട്ടൊന്ന് ചിരിങ്ങിയപ്പോൾ ചേട്ടൻ എടുത്തുകൊണ്ട് നടപ്പുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഓരോ സുലൈമാനി ഓർഡർ ചെയ്തു കേട്ടോ. അവിടുത്തെ സുലൈമാനി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നല്ല മിൻ്റൊക്കെ ഇട്ട് ഒരു അടിപൊളി സുലൈമാനി. അപ്പോൾ സുലൈമാനിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നപ്പോഴത്തേക്കും നമ്മൾ ആ സംഭവങ്ങൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഗ്രില്ല് വന്നു ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ക്ഷമ പോലും എൻ്റെ കണ്ണൂസിന് ഇല്ലായിരുന്നു കേട്ടോ. ഒരു തരത്തിലും അവൾ കോപ്പറേറ്റ് ചെയ്യണില്ലായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡായിട്ട് ബെറോട്ടയും അതിൻ്റെ കൂടെ തന്നെ അപ്പവും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മുടെ ചിപ്പി ഫ്രൈ വന്നു, മീൻമുട്ട വന്നു. അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല അഫോർഡ് റേറ്റ് ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ തവയ ഫിഷും വന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചതിന് ശേഷം താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഒരു പാർട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിക്കാനായിട്ട് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മുടെ കല്ലൂസും കല്ലുമണിയും കൂടെ കുറച്ച് നേരമൊക്കെ നിന്ന് കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ സിനിമ തിയേറ്ററിലോട്ടാണ് പോയത്. തുടര് സിനിമ കാണാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൈരളിയിലാണ് സിനിമയ്ക്ക് വേണ്ടി പോയത്. ഞങ്ങൾ ചെന്നത് കറക്റ്റ് ടൈമിംഗ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്ത് നേരെ അകത്തോട്ട് കയറി സീറ്റ് ഉറപ്പിച്ചു കേട്ടോ. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടവർക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് കേട്ടോ. നമ്മുടെ പഴയ ലാലേട്ടൻ്റെ അതേ ഉശിരും പവറോട് കൂടി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല. അതിൻ്റെ ഒപ്പത്തിൽ തന്നെ ആ വില്ലനും കട്ടയ്ക്ക് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത്ര അടിപൊളി സിനിമയായിരുന്നു. ഇടയ്ക്കൊരു ഇൻ്റർവെല്ലിന് കുറച്ച് പോപ്കോണും ഒക്കെ കഴിച്ച് അങ്ങനെ സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോകും വഴിക്ക് നമ്മുടെ ആട്ടകള വരെയുള്ള ബുഹാരി ഷേക്കിൽ കയറി ഒരു കരിക്ക് ഷേക്കും കൂടെ കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട്. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.